ഹായ് എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നോക്കി, ട്രെൻഡ് എന്താണെന്ന് നോക്കി, അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് വൈസ്, ഇങ്ങനെ ട്രെൻഡ് എന്താണെന്ന് നോക്കി. പിന്നെ നമ്മൾ നോക്കിയൊരു കാര്യമാണ് അപ്പ് ട്രെൻഡിലും ഡൗൺ ട്രെൻഡിലും ഉണ്ടാകുന്ന ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്തൊക്കെയാണെന്ന്. ഒരു ഹയർ ലോ ഇതൊക്കെ നമ്മൾ പറഞ്ഞ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ നോക്കി. പിന്നെ നമ്മൾ നോക്കിയൊരു കാര്യമാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ട്രെൻഡ് റിവേഴ്സലാവുമ്പോൾ ഉണ്ടാവുന്നതാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ നോക്കിയൊരു കാര്യമാണ് പ്രീമിയം വി എസ് ഡിസ്കൗണ്ട്. ഒരു പ്രീമിയം വി എസ് ഡിസ്കൗണ്ട് എന്താണെന്ന് നമ്മൾ നോക്കി. ഒരു ഇക്വിലിബ്രിയം ലെവലിൻ്റെ താഴോട്ട് ഡിസ്കൗണ്ടും ഒരു ഇക്വിലിബ്രിയം ലെവലിൻ്റെ മുകളിലോട്ട് പ്രീമിയം എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് PDRS കുറിച്ചാണ്. PDRS എന്ന് പറഞ്ഞാൽ ഓർഡർ ബ്ലോക്ക്, FEG, ബ്രേക്കർ ബ്ലോക്ക്, അങ്ങനെ ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏരിയാസ് കണ്ടെത്തുന്ന ഒരു ഇതിനെയാണ് PDRS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് PDRS കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. PDRSലെ ഫസ്റ്റത്തെ ഒരു PDRS കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫെയർ വാല്യൂ ഗ്യാപ്പാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പം ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്നൊക്കെ. അപ്പോൾ നമുക്കിന്ന് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർ ഇംബാലൻസ് എന്നൊക്കെ അറിയപ്പെടും. ഇതിന് FEG എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫെയർ വാല്യൂ ഗ്യാപ്സ് ആർ പ്രൈസ് ജംപ്സ് caused by imbalanced buying and selling pressure. Here the pressure is the huge buying and selling orders. It also called imbalanced price action എന്നാണ് ഇതിൻ്റെ. FEG എന്നാൽ ഒരു പ്രൈസ് ജമ്പ് ഉണ്ടാകുമ്പോഴാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് രൂപപ്പെടുന്നത്. ഒരു പ്രത്യേക സ്ഥലത്ത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബൈയിങ്ങോ അല്ലെങ്കിൽ ബൈയിങ്ങോ ആൻഡ് സെല്ലിങ്ങോ നടക്കുമ്പോഴാണ് FEG ഉണ്ടാകുന്നത്. FEG നമ്മളെ പോലെയുള്ള റീറ്റെയിലേഴ്സ് വിചാരിച്ചാൽ ഇപ്പോൾ FEG രൂപപ്പെടണമെന്നില്ല. ഒരു നല്ലൊരു ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് വരുമ്പോഴാണ് FEG രൂപപ്പെടുന്നത്. FEG എന്ന ക്യാൻഡിൽ സ്റ്റിക്ക് ഒരു 3 ക്യാൻഡിൽ ഫോമാണ് അത് രൂപപ്പെടുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ രണ്ട് ഇമേജിലും എന്തെങ്കിലും വ്യത്യാസമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടുത്തെ ക്യാൻഡിൽസിനും എന്തെങ്കിലും ഒരു ഡിഫറൻസ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് ശരിക്കും ഒന്ന് നോക്കി. ഇവിടുത്തെ ക്യാൻഡിൽസും എന്തെങ്കിലും ഡിഫറൻസ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് നോക്കി. അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവും അല്ലേ? നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാൻ എന്നിട്ട് നമുക്ക് പറയാം. FEG എന്നാൽ ബുള്ളിഷ് FEG ഉണ്ട്, ബിയറിഷ് FEG ഉണ്ട്. നമുക്ക് ബുള്ളിഷ് FEGയുടെ ഒരു കേസ് നോക്കാം. ബുള്ളിഷ് FEG എന്നാൽ 3 ക്യാൻഡിൽസിന് ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പിനെയാണ് FEG എന്ന് പറയുന്നത്. FEG എന്നാൽ ബുള്ളിഷ് FEGയുടെ ഒരു കേസ് നമുക്ക് നോക്കാം. ഇവിടുത്തെ ഈ ഹൈയും ഇവിടുത്തെ ഈ 3rd ക്യാൻഡിലിൻ്റെ ലോവിൻ്റെയും ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ ഈ ക്യാൻഡിലിന്, ഈ ഗ്യാപ്പിനെയാണ് FEG എന്ന് പറയുന്നത്. ബിയറിഷ് FEGൻ്റെ കേസിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ ക്യാൻഡിലിൻ്റെ ലോയും ഇവിടുത്തെ ക്യാൻഡിലിൻ്റെ ഹൈയും തമ്മിലൊരു ഗ്യാപ്പില്ലേ, ഈ ഗ്യാപ്പിനെയാണ് FEG എന്ന് പറയുന്നത്. ബാലൻസ്ഡ് അല്ലാത്ത ക്യാൻഡിലിനെയാണ് FEG എന്ന് പറയുന്നത്. ഇംബാലൻസ് എന്നൊക്കെ പറയും. ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇംബാലൻസ് എന്നൊക്കെയാണ് ഇതിനെ പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ക്യാൻഡിൽസ് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എല്ലാ ക്യാൻഡിലും ബാലൻസ്ഡ് ആയിട്ടാണ് പോയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കി, എല്ലാ ക്യാൻഡിലും ബാലൻസ്ഡ് ആണ്, ഒരു ഗ്യാപ്പൊന്നും ഇല്ല, എല്ലാം ബാലൻസ് ആയിട്ടാണ് പോയത്. ഇവിടുത്തെ ഹൈയും ഇവിടുത്തതും എല്ലാം കൃത്യമായിട്ട് ബാലൻസ് ആയിട്ടാണ് പോയത്. ഇവിടുത്തെ ഈ ക്യാൻഡിൽസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒന്നും ബാലൻസ് ഇല്ല, ഇവിടെയൊക്കെ ബാലൻസ്ഡ് ആയിട്ടാണ് പോയത്. പിന്നെ ഇവിടുത്തെ ഒരു ഹൈയും ഇവിടുത്തെ ഈ 3rd ക്യാൻഡിലിൻ്റെ ലോയും തമ്മിലൊരു ഗ്യാപ്പില്ല, ഈ ക്യാൻഡിലിനൊരു ഗ്യാപ്പില്ല. ഈ ഗ്യാപ്പിനെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഇംബാലൻസ്. പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഈ ഗ്യാപ്പിനെയാണ് ഇംബാലൻസ് എന്ന് പറയപ്പെടുന്നത്, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പം ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്നൊക്കെ നിങ്ങൾക്കിപ്പം കുറച്ചൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ പോകുന്ന ക്യാൻഡിൽസിനെ ബാലൻസ്ഡ് ക്യാൻഡിലൊന്നും, ഇങ്ങനെ പോകുന്ന ക്യാൻഡിൽസിനെയാണ്, ഇങ്ങനെ ബാലൻസ് അല്ലാതെ പോകുന്ന ക്യാൻഡിലിനെയാണ് ഇംബാലൻസ്ഡ് അല്ലെങ്കിൽ FEG എന്നൊക്കെ പറയപ്പെടുന്നത് ICT. അപ്പം നമുക്ക് FEGയുടെ ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ബുള്ളിഷ് FEGയുടെ ഒരു കേസ് നമ്മൾ പറഞ്ഞു. ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയും 3rd ക്യാൻഡിലിൻ്റെ ലോയും ഇടയിലുള്ള ഈ ഗ്യാപ്പിനെയാണ് FEG എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇത്ര എമൗണ്ട് വന്നാലേ ഗ്യാപ്പ് വരുള്ളൂ. അപ്പം ഇത്ര എമൗണ്ട് ആരായിരിക്കും മാർക്കറ്റിൽ കൊണ്ടിട്ടുണ്ടാവുക എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ്
ഇത്ര വലിയൊരു ക്യാൻഡിൽ ഫോം ആവും, ഇങ്ങനെ ഗ്യാപ്പുള്ളൊരു ക്യാൻഡിൽ ഫോം ആവാൻ ചാൻസ് ഉണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. കാരണം നമ്മൾ പോലെയുള്ള റീട്രേഡേഴ്സ് എല്ലാവരും ഒരേ സ്ട്രാറ്റജി അല്ല യൂസ് ആക്കുന്നത്. എല്ലാവരും പല സ്ട്രാറ്റജിയും പല ലാക്ക് ഓഫ് നോളജാണ് നമുക്കുള്ളത്. അപ്പം നമ്മളെ പോലെയുള്ള റീട്രേഡേഴ്സ് എല്ലാവരും ഒരേ മാതിരിയല്ല ട്രേഡ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഒരാൾ ബൈ ചെയ്യും, ഒരാൾ സെല്ല് കാര്യം ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെ പോലെയുള്ള റീട്രേഡേഴ്സ് ചെയ്യുന്നത്. ഒരേ രീതിയിലല്ല നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നമ്മളെ പോലെയുള്ള റീട്രേഡേഴ്സിൻ്റെ എത്ര ക്യാഷ് ഇട്ടാലും ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് മാർക്കറ്റിൽ പെട്ടെന്ന് വരാൻ ഒരിക്കലും ചാൻസ് ഇല്ല. അപ്പം ഇതാരായിരിക്കും ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടാവുക? ഈ ഗ്യാപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടാവുക. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, മാർക്കറ്റിൽ മെയിനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹെഡ്ജ് ഫണ്ടേഴ്സൊക്കെ. അപ്പം അവരെ പോലെയുള്ള ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സാണ് ഇത്ര വലിയൊരു ഓർഡർ ഇവിടെ ഇട്ടിട്ടുണ്ടാവുക. അപ്പം അവർ ഇത്ര വലിയൊരു ഓർഡർ ഇടുമ്പം അവർക്ക് ഇനിയും പ്രൈസ് അവർ ഈ ഓർഡറിൽ അവർ ഇത്ര വലിയൊരു എമൗണ്ടിൽ ഓർഡർ ഇട്ട്, അപ്പം അവർക്ക് ഇനിയും വാങ്ങുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ തന്നെയായിരിക്കും അവർ ഇനിയും വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇവിടെ ഒരു ഓർഡർ ഇട്ടു, ഇനി മുകളിൽ ഇങ്ങനെ ഓർഡർ ഇട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ലാഭം കുറയും. അപ്പോൾ അവർക്ക് ഡിസ്കൗണ്ട്, നമ്മൾ പറഞ്ഞു പ്രീമിയം വേഴ്സസ് ഡിസ്കൗണ്ട്, അവർക്ക് ഡിസ്കൗണ്ട് പ്രൈസിലായിരിക്കും അവർ വാങ്ങാൻ എങ്ങനെയായാലും ഉദ്ദേശിക്കുന്നത്. അപ്പം അവരെന്താക്കും, വീണ്ടും ഈ ഒരു FEG രൂപപ്പെട്ടാൽ ആ FEGയിലേക്ക് മാർക്കറ്റിനെ വീണ്ടും കൊണ്ടുവരും. എന്നിട്ട് ആ FEG അവർ എടുത്ത അതേ ഓർഡറിൻ്റെ ആ പ്രൈസിൽ തന്നെ ഓർഡർ എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് കൊണ്ടുപോകും. അങ്ങനെ FEG റീക്ലെയിം ചെയ്യാൻ മാർക്കറ്റ് വരും. ഇപ്പം ഇവിടെ ഒരു ബുള്ളിഷ് FEG ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതൊരു ബുള്ളിഷ് FEG ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇവിടെ ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഇറങ്ങിയത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു ഗ്യാപ്പ് വന്നത്. അപ്പം ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ക്രിയേറ്റ് ആക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഇനിയും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഓർഡർ എടുത്ത പ്ലേസാണിത്. അപ്പോൾ അവർ മാർക്കറ്റിനെ അവർക്ക് ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോകണം. ബട്ട് അവർക്ക് ഇനിയും മുകളിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? മാർക്കറ്റിലെ ഈ ഓർഡർ എടുത്ത് അവരൊരിക്കലും ഇവിടെ നിന്നൊന്നും വാങ്ങാൻ ഇനി ആഗ്രഹിക്കില്ല. ഇവിടേക്ക് പ്രീമിയം പ്രൈസ് ആയിട്ടുണ്ടാവും. അപ്പം അവർ ഡിസ്കൗണ്ട് പ്രൈസ് അവർക്ക് കിട്ടേണ്ടി വരും. അപ്പം അവർ ഫസ്റ്റ് വാങ്ങിയ പ്രൈസിലേക്ക് തന്നെ മാർക്കറ്റിനെ അവർ കൊണ്ടുവരും. അപ്പം ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് റീക്ലെയിം ചെയ്തതിന് ശേഷമാണ് അവർ വീണ്ടും മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ഒരു FEG ക്രിയേറ്റ് ആയാൽ ആ FEGയിലേക്ക് വീണ്ടും മാർക്കറ്റിനെ കൊണ്ടുവന്നു. അവിടുന്ന് വീണ്ടും അവർ ഓർഡർ എടുത്തിട്ട് അവർ വീണ്ടും കൊണ്ടുപോകും. ഇപ്പം നമ്മളെ പോലെയുള്ള റീട്രേഡേഴ്സ് ട്രേഡ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഒരു FEG ക്രിയേറ്റ് ആയി. ആ FEG ക്രിയേറ്റ് ആകുമ്പോൾ ഇപ്പം ബെയറിഷിൽ വന്നിരിക്കുന്ന ഒരു ചാർട്ടിലായിരിക്കും ബുള്ളിഷ് FEG ഇങ്ങനെ പെട്ടെന്ന് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നടത്തിയതിന് ശേഷം പെട്ടെന്ന് ഒരു FEG ഇങ്ങനെ ക്രിയേറ്റ് ആകുന്നത്. ആ FEG ക്രിയേറ്റ് ആകുമ്പോൾ നമ്മളെ പോലുള്ള റീട്രേഡേഴ്സൊക്കെ ഇവിടെ ആ FEG ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ചാടിക്കയറി എൻ്റർ ചെയ്യും. അപ്പോൾ അവരെ നമ്മളെ പോലെയുള്ള റീട്രേഡേഴ്സ് ചാടിക്കയറി എൻ്റർ ചെയ്ത് കണ്ട ഒരു ബ്രേക്കൗട്ട് തുക കിട്ടുമ്പോഴായിരിക്കും ചാടിക്കയറി എൻ്റർ ചെയ്യുന്നത്. അപ്പം നമ്മൾ SL ഒക്കെ ഇതിൻ്റെ താഴെ ആയിരിക്കും. അപ്പോൾ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും? ഇൻസ്റ്റിറ്റ്യൂഷൻ ചെറുതായിട്ടൊന്ന് മാർക്കറ്റിൻ്റെ മുകളിലേക്ക് ഇട്ട് ഇങ്ങനെ കളിപ്പിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ SL എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം അവരെന്തിനാ ഇങ്ങനെ ഹ്യൂജ് എമൗണ്ടിൽ കുറച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള റീട്രേഡേഴ്സിനെ എൻ്റർ ആക്കാനാണ്. അങ്ങനെ നമ്മളെ പോലെയുള്ള റീട്രേഡേഴ്സ് ഇവിടെ എൻ്റർ ആകുമ്പോൾ നമ്മുടെ SL കുറച്ച് ഇവിടെ ആയിരിക്കും. നമുക്ക് എന്തായാലും SL ഉണ്ടാവും. നമ്മളെ പോലെയുള്ള റീട്രേഡേഴ്സിൻ്റെ SL ഇവിടെ ആയിരിക്കും. അങ്ങനെ ആ റീട്രേഡേഴ്സിൻ്റെ SL എടുക്കാനും വേണ്ടി മാർക്കറ്റ് വന്നു. പിന്നെയും അവർക്ക് അപ്പം എന്തായി, ആ റീട്രേഡേഴ്സിൻ്റെ സെല്ലിങ് ഓർഡേഴ്സ് ഉണ്ടാവും. SL വെച്ച് കൊടുത്ത് കുറേ സെല്ലിങ് ഓർഡേഴ്സ് ഉണ്ടാവും. അപ്പം ആ സെല്ലിങ് ഓർഡേഴ്സൊക്കെ അവർക്ക് വാങ്ങാനും പറ്റും. അതും അവർ വാങ്ങിയതിന് ശേഷം അവർ ഫസ്റ്റ് ഓർഡർ ഇട്ട സ്ഥലമാണ് FEG. ഒരു ഓർഡർ ഇട്ട സ്ഥലമായിരിക്കും FEG, പിന്നെ ഓർഡർ ബുക്കൊക്കെ. ആ FEGയിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുവരുമ്പം അവർക്ക് ഫസ്റ്റ് അവർ വാങ്ങിയ പ്രൈസിലേക്ക് തന്നെ അവർ കൊണ്ടുവന്നു. അവർ ഫസ്റ്റ് വാങ്ങിയ പ്രൈസിൽ തന്നെ ആ സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷമായിരിക്കും മാർക്കറ്റ് പിന്നെ അവർ ഉയർത്തുന്നത്, പിന്നെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളെ പോലെയുള്ള റീട്രേഡേഴ്സ് എങ്ങനെ ട്രേഡ് എടുക്കുക നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഒരു
ട്രെൻഡ് ലൈൻ വരച്ച് എടുക്കുന്ന ഒരു ട്രേഡർ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരക്കും. ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഇവിടെ ഇതെന്താ വെഡ്ജസോ അസെൻറ്റിക്കോ എന്താണെന്ന് ഇപ്പോൾ ഇതിന് പറയപ്പെടുന്നത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പം ഇവിടെ ബ്രേക്ക് കിട്ടുമ്പോഴായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ റീഡേഴ്സ് എന്താട്ടും, ഇവിടുന്ന് ബ്രേക്ക് കിട്ടി ഇവിടുന്ന് എൻട്രി എടുക്കും. SL ഇതിൻ്റെ കുറച്ച് താഴേക്കായിട്ട് വെക്കും. TP നെക്സ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനുണ്ട്. അപ്പം ഇങ്ങോട്ടൊക്കെ ആയിരിക്കും വെക്കുന്നത്, ഇങ്ങനെ ആയിരിക്കും വെക്കുന്നത്. ബട്ട് ഇവിടെ SL അടിച്ചിട്ടായിരിക്കും പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നാണ് എൻട്രി എടുക്കുക. ട്രെൻഡ് ലൈൻ ട്രേഡേഴ്സ് ഇവിടെ നിന്നാണ് എൻട്രി എടുക്കുക. ദെൻ മാർക്കറ്റിനെ ഒന്ന് താഴോട്ട് കൊണ്ടുവന്നു ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ ചെയ്യുന്നത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഡൗൺ ട്രെൻഡിൽ വന്നിരിക്കുന്നൊരു മാർക്കറ്റായിരുന്നു. ഇപ്പോൾ ഇതുവരെ ഡൗൺ ട്രെൻഡിൽ വന്നിരിക്കുന്നൊരു മാർക്കറ്റായിരുന്നു. ഇവിടെ നമുക്ക് ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി, MSS കിട്ടി, ഒരു MSS കിട്ടി. ദെൻ ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി. ലിക്വിഡിറ്റി സ്വീപ്പ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി, ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി. നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ മാർക്കറ്റിനെ റിവേഴ്സലാക്കാൻ വേണ്ടി ഹ്യൂജ് ഓർഡർ ഇട്ടിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടുത്തെ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയും തേർഡ് ക്യാൻഡിലിൻ്റെ ലോയും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിനാണ് ബുള്ളിഷ് FEG എന്ന് പറയുന്നത്. അപ്പം മാർക്കറ്റിന് ഇനി മുകളിലോട്ട് പോകണം. അപ്പം മാർക്കറ്റിന് മുകളിലേക്ക് പോകാൻ വേണ്ടി ഈ FEG നമ്മൾ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ അവരെടുത്ത ഓർഡറിൽ തന്നെ അവർക്ക് പ്രൈസ് കിട്ടേണ്ടി വരും. ആ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ തന്നെ അവർക്ക് കിട്ടേണ്ടി വരും. അപ്പോൾ അവരെന്താട്ടും ദെൻ അവർ FEGയിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുവന്നു. ദെൻ ഇവിടുന്ന് ഒരു ഹ്യൂജ് ബൈയിങ് അവർ നടത്തി. ദെൻ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയും തേർഡ് ക്യാൻഡിലിൻ്റെ ലോയും ഇടയിൽ നിങ്ങൾക്കൊരു ഗ്യാപ്പ് കാണാൻ പറ്റും. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. നമ്മൾ പറഞ്ഞു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്താ, നമ്മൾ പറഞ്ഞു ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുക. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുമ്പോഴാണ് ഇവിടെ ഒരു സിങ് ലോ ക്രിയേറ്റ് ആവുന്നത്. ദെൻ ഇവിടെ ഒരു സിങ് ഹൈ, ഇവിടെ ചെറിയൊരു കറക്ഷൻ മൂവ് കിട്ടുമ്പോഴാണ് ഇവിടെ ഒരു സിങ് ഹൈ ക്രിയേറ്റ് ആവുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഇവിടുന്ന് നമുക്ക് പ്രീമിയം VS ഡിസ്കൗണ്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കി പ്രീമിയം VS ഡിസ്കൗണ്ട് ഇവിടെ പ്രീമിയം പ്രൈസാണ്. അപ്പം ഇവിടെ ഒരു FEG ചെറുതായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ പ്രീമിയം പ്രൈസിൽ നിന്ന് ആരും ആഗ്രഹിക്കുകയില്ല ഒരിക്കലും ആരും. അപ്പം പ്രീമിയം പ്രൈസിൽ നിന്ന് കുറേ ആൾക്കാർ ബൈ ചെയ്തിട്ടുണ്ടാവും. നമ്മളെ പോലെയുള്ള റീഡേഴ്സ് ഓടിച്ചാടി ക്ഷമയില്ലാതെ എൻട്രി എടുക്കും. പ്രീമിയം പ്രൈസിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ ഓടിച്ചാടി എൻട്രി എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അധികം ആൾക്കാരും ഫെയിൽ ആവുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് പേരുള്ളെങ്കിലും അവർ ഹ്യൂജായിട്ടുള്ള എമൗണ്ടും കൊണ്ടാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. ദെൻ അവരെല്ലാവരും ഒരേ മാതിരിയാണ് ട്രേഡ് എടുക്കുന്നത്. നമ്മൾ റീട്രേഡേഴ്സ് എല്ലാവരും ഒരേ മാതിരി അല്ല ട്രേഡ് എടുക്കുന്നത്. നമുക്ക് നോളേജ് കുറവാണ്. ദെൻ അവർ ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുവന്നു. ഇവിടെ ഒരു FEG ക്രിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഹ്യൂജ് ബൈയിങ് നടത്തിയത് കൊണ്ടാണ് ഇവിടെ FEG ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ അവർ ഹ്യൂജ് ബൈയിങ് നടത്തിയിട്ടുണ്ട്. ബട്ട് അവർ ഫസ്റ്റ് വാങ്ങിയ ഡിസ്കൗണ്ട് പ്രൈസിൽ തന്നെ മാർക്കറ്റിന് നിന്ന് ഓർഡർ അവർക്ക് കിട്ടിയാൽ അവർക്ക് എന്താവും, കുറച്ചും പാടെ ലാഭത്തിൽ അവർക്ക് വിൽക്കുമോ. ദെൻ നമ്മളെ പോലെയുള്ള റീറ്റെയിലേഴ്സ് ഇങ്ങനെ ഹ്യൂജായിട്ടുള്ള അവരുടെ ബൈയിങ് സിഗ്നൽ കാണുമ്പോൾ നമ്മൾ ഓടിച്ചാടി എൻട്രി എടുക്കും. ദെൻ നമ്മൾ SL വെക്കുക. നമ്മൾ ഇവിടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ എൻട്രി ആവുന്നത്. നമ്മൾ എന്നിട്ട് ഇങ്ങനെ ടാർഗറ്റ് ഈ ഹൈ മേലേക്ക് ടാർഗറ്റ് ഇടും. എന്നിട്ട് നമ്മൾ SL വെക്കുന്നതോ ഈ ക്യാൻഡിലിൻ്റെ ലോയും ഒക്കെ ആയിരിക്കും അവർക്ക്. അപ്പം ഇവിടെ നമ്മൾ SL വെക്കുമ്പോൾ ഇവിടെ മാർക്കറ്റിനെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ SL ഹിറ്റാവും. നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്തിനി, നമ്മൾ ഈ പ്രൈസിൽ സാധനം ബൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് സെല്ല് ചെയ്ത്. അപ്പം നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ വാങ്ങാൻ ആരുണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താട്ടും, ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ ആദ്യം വാങ്ങിയ FEG ഓർഡറിൽ സാധനം കിട്ടും, നമ്മളെ കൊണ്ട് വിൽപ്പിക്കും ചെയ്യും. സാധനം വാങ്ങിയൊന്ന് വിൽപ്പിക്കും ചെയ്യും. നമ്മൾ പെട്ടെന്ന് മണ്ടിച്ചാടി ഓടിക്കേറി എൻട്രി എടുക്കും, ഇവിടെ എൻട്രാവും. അതിനുശേഷം നമ്മളിവിടെ SL വെച്ച് നമ്മുടെ SL ഹിറ്റായി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടുന്ന് ആ FEGയിലേക്ക് തന്നെ മാർക്കറ്റിനെ കൊണ്ടുവന്നു.
ദെൻ മാർക്കറ്റിന് അവർ വീണ്ടും ബൈയിങ് നടത്തും. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് FEG റീക്ലെയിം ചെയ്യണം. FEG എന്നാൽ മാഗ്നറ്റിനെ പോലെയാണ്. ആ FEG റീക്ലെയിം ചെയ്താണ് മാർക്കറ്റ് പോവുക. ഇപ്പോൾ ഒരു FEG ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ FEG മാർക്കറ്റ് ഇപ്പം ഇന്ന് ഈ FEGയിലേക്ക് മാർക്കറ്റ് വരാതെ പോയിട്ടുണ്ടെങ്കിലും എന്നെങ്കിലും ഒരു ദിവസം മാർക്കറ്റ് ആ FEGയിൽ വന്ന് ആ സ്ഥലത്ത് നിന്ന് ഓർഡർ എടുത്തിട്ട് പിന്നെയും മാർക്കറ്റ് എന്തായാലും മുകളിലേക്ക് പോവുള്ളൂ. മാർക്കറ്റിന് മുകളിലേക്ക് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു FEGയോ ഒരു ലിക്വിഡിറ്റിയോ എടുത്തിട്ട് എന്നെ പോവുള്ളൂ. എങ്ങനെയായാലും മാർക്കറ്റ് ഇവിടുന്ന് ഈ FEG റീക്ലെയിം ചെയ്തതിന് ശേഷം ദെൻ മുകളിലേക്ക് പോയി നമ്മളെ പോലെ റീഡേഴ്സ് എല്ലാവരുടെയും SL അടിച്ചു. അവർക്ക് ആ പ്രൈസിൽ ഓർഡറും കിട്ടി. മാർക്കറ്റിൽ അവർക്ക് നല്ല ഓർഡർ കിട്ടണമെന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യാൻ ആളുമാണ്. അതുകൊണ്ടാണ് അവർ ഇവിടെ ഹ്യൂജ് ബൈയിങ് നടത്തിയത്. അപ്പോൾ നമ്മളെ പോലെയുള്ള റീറ്റെയിലേഴ്സിൻ്റെ മൈൻഡ് എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈയിങ് നേരത്തെ നഷ്ടപ്പെട്ടു, ഇനി ഈ ബൈയിങ് എന്തായാലും നഷ്ടപ്പെടും കരുതിയാണ് നമ്മൾ ഓടിച്ചാടി ബൈയിങ് ആണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓടിച്ചാടി എൻട്രി എടുക്കും. നമ്മൾ പ്രീമിയം പ്രൈസിലായിരിക്കും വാങ്ങുക. പ്രീമിയം പ്രൈസിൽ ആരും വാങ്ങരുത്. പ്രീമിയം പ്രൈസിൽ വാങ്ങുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് ആദ്യം ഓർക്കുക. നമ്മളിപ്പം ഒരു ഫോണിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, പ്രീമിയം പ്രൈസിൽ നമ്മൾ ഒരിക്കലും വാങ്ങില്ല. ഫോണിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിന് വേണ്ടി ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു. അതേമാതിരി ട്രേഡിങ്ങിൻ്റെ കേസിലും നിങ്ങൾ ഇങ്ങനത്തെ ഇതിൽ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ FEGയിൽ നിന്നോ ഇങ്ങനെയൊക്കെ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. ഇപ്പം എൻട്രി മോഡൽസ് കുറേ ഉണ്ട്. അതൊക്കെ ഞാൻ വരും ക്ലാസ്സുകളിൽ കോഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ പോലെയുള്ള റീറ്റെയിലേഴ്സിൻ്റെ SL എല്ലാം കളക്ട് ചെയ്ത് അവർക്ക് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ അവർക്ക് ബൈയും ചെയ്യും. അങ്ങനെ അവർ ഓർഡർ എടുത്തിട്ട് നമ്മൾ ഓർഡറൊക്കെ കളക്ട് ചെയ്തിട്ട് FEG റീഫിൽ ചെയ്ത് ദെൻ വീണ്ടും മുകളിലോട്ട് പോയപ്പം വീണ്ടും ഇവിടെ ഒരു FEG ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. ദെൻ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടാണ് ഓപ്പൺ ആയത്. ദെൻ ഇവിടെ മുകളിലോട്ട് പോയപ്പോൾ ഇവിടെ ഒരു FEG ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഇവിടെ നമ്മൾ പറഞ്ഞു വീക്ക് ഹൈ ആണ്. ഇവിടെ ഒരു സിംഗിൾ ലോ ക്രിയേറ്റ് ആയി. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ദെൻ ഇവിടെ ചെറുതായിട്ടൊരു കറക്ഷനും കിട്ടിയിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു FEG കാണാൻ പറ്റുന്നുണ്ടോ? ഈ ക്യാൻഡിലിൻ്റെ ഹൈയും ഈ ക്യാൻഡിലിൻ്റെ ലോയും ഇടയിലൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇവിടെ ഒരു ബുള്ളിഷ് FEG ഉണ്ട്. മാർക്കറ്റിനെ അവർ വീണ്ടും മുകളിലോട്ട് തന്നെ കൊണ്ടുപോകുന്നു. ഇങ്ങനെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഇവിടുത്തെ ട്രെൻഡ് ലൈൻ ട്രേഡേഴ്സൊക്കെ എന്താവും, ഇവിടെയൊക്കെ ബ്രേക്കൗട്ടായി. ഇവിടെയൊക്കെ അവർക്ക് ബ്രേക്കൗട്ട് കിട്ടിയെന്ന് പറഞ്ഞ് അവർ വീണ്ടും ഇവിടെ നിന്നൊക്കെ ഈ ബ്രേക്കൗട്ട് കിട്ടി. ദെൻ ഇവിടെ ഒരു ബ്രേക്കൗട്ട് കിട്ടി ഇറങ്ങാണ്ട് ഇവിടെ നിന്നൊക്കെ അവർ എൻട്രി ചെയ്തിട്ടുണ്ടാവും. SL അവർ വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്ലേസിലൊക്കെ ആയിരിക്കും അവർ SL വെക്കുക. ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ SL വെക്കുക. TP ഹൈ ഒക്കെ ആയിരിക്കും അവരുടെ അടുത്ത TP എന്ന് പറയുന്നത്. ദെൻ അവരുടെ SL ഹിറ്റായി മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ എൻട്രി ചെയ്തിരിക്കണം. ഡിസ്കൗണ്ട് പ്രൈസിൽ ഇവിടെ എൻട്രി ചെയ്തിരിക്കണം ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ഒരു FEG ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഒരു ഹ്യൂജ് ബൈയിങ് നടന്നത് കൊണ്ടാണ് ഇവിടെ ഒരു FEG ക്രിയേറ്റ് ആയത്. ദെൻ മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇനി മാർക്കറ്റിന് ഇവിടുന്ന് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇനിയും ഇൻസ്റ്റിറ്റ്യൂഷന് ഓർഡേഴ്സ് വേണം. അപ്പം ഓർഡർ എടുക്കാനും വേണ്ടിയാണ് അവർ പറയാം നമ്മളെ ബ്രേക്ക് ഔട്ട് ഇതൊക്കെ വന്ന് പറ്റിക്കുന്നത്. അങ്ങനെ ഓർഡർ എടുക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെ ഇതാക്കുന്നത്. അപ്പോൾ നമ്മുടെ SL ഇനിയും അവർക്ക് ആവശ്യമാണ്. നമ്മൾ ഇനിയും ലിക്വിഡിറ്റി ആക്കേണ്ട ആവശ്യം ഇത് ഉണ്ട്. ഇപ്പോൾ നമ്മളെ പോലെയുള്ള IC ട്രേഡേഴ്സ് തന്നെ ഇവിടെ ഒരു ചെറിയൊരു FEG ഉണ്ട്. ഈ FEGയിൽ നിന്നൊക്കെ എൻട്രാവും. ഡിസ്കൗണ്ട് നോക്കാതെ വണ്ടിച്ചാടി കയറി എൻട്രാവും. അപ്പോൾ നമ്മളെ SL കളക്ട് ചെയ്യും. അപ്പം ഏറ്റവും ഡിസ്കൗണ്ട് ഏരിയയിലുള്ള FEGs നോക്കണം. ബുള്ളിഷിൻ്റെ കേസിൽ വരുമ്പോൾ ഇവിടുന്ന് ഈ ലോയിൽ നിന്ന് ഈ ഒരു ഹൈയിലേക്ക് പ്രീമിയം ഡിസ്കൗണ്ട് വരെ ഫിബൊനാച്ചി റീട്രേസ്മെന്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ 0.5 മുകളിലാണ് ഈ FEG. അപ്പം പ്രീമിയത്തിലാണ് ആ FEG. അപ്പോൾ ആ FEGയിൽ നിന്ന് ഒരിക്കലും എൻട്രി ആവരുത്. ഇവിടെ ഡിസ്കൗണ്ടിലൊരു FEG ഉണ്ട്. ഈ FEGയിലേക്ക് വരാനും വേണ്ടി വെയിറ്റ് ചെയ്യുക. ദെൻ ഈ FEG റീക്ലെയിം ചെയ്ത് ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ കിട്ടും. ഹയർ ടൈം ഫ്രെയിമിൻ്റെ FEGയിൽ റീക്ലെയിം ചെയ്തതിന് ശേഷം ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം എൻറ്റർ ചെയ്യാൻ നോക്കുക. ദെൻ ഇവിടെ എൻറ്റർ ആവുക. ദെൻ മാർക്കറ്റിന് ഇനിയും മുകളിലോട്ട് പോകണം. അങ്ങനെ മാർക്കറ്റ് ഇനിയും മുകളിലോട്ട് പോകുന്നു. മാർക്കറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞു അപ് ട്രെൻഡിലേക്ക് പോവുകയാണെങ്കിൽ അപ് ട്രെൻഡിലേക്ക് തന്നെ ട്രേഡ് നോക്കണം. ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഡൗൺ ട്രെൻഡിലേക്ക് തന്നെ. മാർക്കറ്റിൻ്റെ
ഓവറോൾ വ്യൂ എന്താണെന്ന് മനസ്സിലാക്കി ട്രേഡ് നോക്കണം. ഇവിടെ ഒരു ബിയറിഷ് എഫ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ക്യാൻഡിലിൻ്റെ ലോയും ഈ ക്യാൻഡിലിൻ്റെ ഹൈയും തമ്മിലൊരു ഗ്യാപ്പുണ്ട്. ഇവിടെ ഒരു ബിയറിഷ് എഫ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ എഫ് അവർ ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് വീണ്ടും ഒന്ന് താഴോട്ട് വന്നതിന് ശേഷമാണ് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എഫ് ഒരു പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന്. ഇവിടെ നിങ്ങൾക്ക് വേറൊരു കേസും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ബിയറിഷ് എഫ് ഉണ്ട്, ഇവിടെ ഒരു ബിയറിഷ് എഫ് ഉണ്ട്. ഈ ക്യാൻഡിലിൻ്റെ ലോയും ഈ ക്യാൻഡിലിൻ്റെ ഹൈയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു ബിയറിഷ് എഫ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ബിയറിഷ് എഫ് നമുക്കൊരു റെഡ് കളർ കൊടുക്കുക അല്ലേ. ഈ ബിയറിഷ് എഫ് മാർക്കറ്റ് വന്നിട്ടുണ്ട്. മാർക്കറ്റ് എന്നിട്ട് ആ ബിയറിഷ് എഫ് ഇവിടെ ഇപ്പം മാർക്കറ്റിൻ്റെ ഓവറോൾ വ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ട്രെൻഡാണ്. അപ് ട്രെൻഡിൽ പോകുന്ന ഒരു മാർക്കറ്റിൽ ഒരു ബിയറിഷ് എഫ് തട്ടി റിയാക്ട് ചെയ്തു ഡൗൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ അപ് ട്രെൻഡിൽ പോകും. ഇവിടെ പ്രീമിയം സോണിലായിരുന്നു മാർക്കറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഫിബൊനാച്ചി റീട്രേസ്മെന്റ് യൂസ് ചെയ്തിട്ട് ഈ ലോയിൽ നിന്ന് ഈ ഹൈ വരെ മാർക്കറ്റിനെ ഡ്രോ ചെയ്യുമോ പ്ലോട്ട് ചെയ്യുമോ ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെ പ്രീമിയത്തിലാണ് മാർക്കറ്റ്. അപ്പം ഈ പ്രീമിയത്തിലുള്ള ഈ ബിയറിഷ് എഫ് തട്ടി മാർക്കറ്റ് റിയാക്ട് ചെയ്തു. മാർക്കറ്റിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ബുള്ളിഷ് ആയതുകൊണ്ട് ഈ ഡിസ്കൗണ്ടിലെ ഈ ബുള്ളിഷ് എഫ് എടുത്തിട്ട് മാർക്കറ്റ് ദെൻ ബുള്ളിഷ്. എന്നാലും ഈ എഫ് എന്നാലും ഒന്ന് റെസ്പെക്റ്റ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ എഫ് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബിയറിഷ് എഫ് വരെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇങ്ങനെയാണ് മുകളിലോട്ട് പോയത്. അപ്പം എഫ് മാർക്കറ്റ് എന്തായാലും റെസ്പെക്റ്റ് ചെയ്യും. അത് ഇപ്പോൾ വന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം മാർക്കറ്റിൽ ആ എഫ് ആ പ്രൈസ് സോണിലേക്ക് മാർക്കറ്റ് എന്തായാലും വരിക തന്നെ ചെയ്യും. നമുക്കൊരു ബുള്ളിഷ് എഫ് റിയൽ ചാർട്ട് എക്സാമ്പിൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ ഒരു എഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എഫ് റീക്ലെയിം ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. അങ്ങനെ റീക്ലെയിം ചെയ്താണ് ഇവിടുത്തെ എഫ് റീക്ലെയിം ചെയ്താൽ പോയത്. ഇവിടുത്തെ എഫ് റീക്ലെയിം ചെയ്തിട്ടില്ല. ഇവിടുത്തെ എഫ് റീക്ലെയിം ചെയ്ത് കണ്ടൊന്ന് ഒരു പ്രശ്നം നടത്തുന്നുണ്ട്. ബട്ട് ഇവിടെ വേറൊരു എഫ് ഉണ്ട്. ആ എഫ് ഇതുവരെ മാർക്കറ്റ് റീക്ലെയിം ചെയ്തിട്ടില്ല. ആ എഫ് ആണിത്. ഇവിടുത്തെ ഹൈയും ഇവിടുത്തെ ലോയും തമ്മിലുള്ള വ്യത്യാസത്തിലുള്ളൊരു ഗ്യാപ്പ്. ഇതിനെയാണ് ബുള്ളിഷ് എഫ് ഇവിടെ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ടിൽ ബൈയിങ് പ്രഷർ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ബൈയിങ് ആയി മാർക്കറ്റ് പോയിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ എഫ് മാർക്കറ്റ് ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് ഈ എഫ് മാർക്കറ്റ് വരുന്നത് നോക്കാം. നമുക്ക് ഇവിടെ നമ്മുടെ ഫിബൊനാച്ചി റീട്രേസ്മെന്റ് യൂസ് ചെയ്തിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എഫ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ലെവലിൽ തന്നെയാണ്. നമുക്ക് ആ എഫ് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. ദെൻ നമുക്ക് നോക്കാം. ആ എഫ് മാർക്കറ്റ് വന്നു. ആ ഡിസ്കൗണ്ട് ഏരിയയിലുള്ള എഫ് മാർക്കറ്റ് വന്നു. ഈ എഫ് വേറൊരു പ്രത്യേകത ഉണ്ട്. എല്ലാ എഫ് കിട്ടോ, എല്ലാ ബുള്ളിഷ് എഫ് ബിയറിഷ് എഫ് ഈ എഫ് മിഡ് പോയിന്റിലെ ഇതിനെ സി ലെവൽ എന്നാ പറയുന്നത്. മിഡ് പോയിന്റിന്റെ മുകളിലുള്ളതിന് അപ്പർ ക്വാഡ്രന്റും ഇതിന്റെ ലോവർ ക്വാഡ്രന്റും എന്നാണ് അറിയപ്പെടുന്നത്. അതിലെ വിശാഖയുടെ കേസല്ല. ഇതിന്റെ മിഡ് പോയിന്റ് എപ്പോഴൊന്ന് ഓർത്ത് വെക്കുക. ഈ മിഡ് പോയിന്റിനെ സി ലെവൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ സി ലെവൽ എടുത്താൽ നമുക്ക് ധൈര്യമായിട്ട് മുകളിലോട്ട് മാർക്കറ്റ് എൻട്രി പുഷ് ചെയ്യാവുന്നതാണ്. ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ വെച്ചിട്ട് ഹൈ ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്യുക. ലോവർ ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കുക. ടൈം ഫ്രെയിം അലൈൻമെന്റ് ഒക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് അലൈൻമെന്റ് ഒക്കെ ആദ്യം നമുക്ക് ഈ PDRS ഇതിനെ കുറിച്ച് പഠിക്കാം. ദെൻ ഈ എഫ് ഡിസ്കൗണ്ട് എഫ് മാർക്കറ്റ് വന്നു. മാർക്കറ്റ് ഇനിയും മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ബിയറിഷ് എഫ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബിയറിഷ് എഫ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് മാർക്കറ്റ് ഇനി മുകളിലോട്ടാണ് പോകേണ്ടത്. കാരണം മാർക്കറ്റിന് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മുകളിൽ കുറെ ലിക്വിഡിറ്റീസ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അതുകൊണ്ട് മാർക്കറ്റ് ഇനി മുകളിലോട്ടാണ് പോകേണ്ടത്. നമ്മുടെ ഒരു ആൻറ്റിസിപ്പേഷൻ പ്രകാരം നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. ദെൻ ആ എഫ് വീണ്ടും വന്ന് റീക്ലെയിം ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു എഫ് ക്രിയേറ്റ് ആയിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. ഇവിടെ ഒരു എഫ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു ബുള്ളിഷ് എഫ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ടിൽ ഒരു ബൈയിങ് നടന്നിട്ടുണ്ട്. വീണ്ടും ഇവിടെ ഒരു എഫ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു എഫ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ എഫ് എടുത്ത് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയി. ബട്ട് മാർക്കറ്റിന് ഇനിയും ഇതിലേറെ മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ എഫ് മാർക്കറ്റ് എന്തായാലും വരണം. അപ്പോൾ വരുമെന്ന് നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം.
ഇവിടെ ഈ FEGയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ പ്രീമിയം ഡിസ്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ സിംഗ് ലോയിൽ നിന്ന് ഈ സിംഗ് ഹൈയിലേക്ക് വരെ പ്ലോട്ട് ചെയ്യുകയാണ്. ഇത് ഒരു ഡിസ്കൗണ്ട് ലെവലിലാണ് ഈ FEG. ഇവിടുത്തെ FEG പ്രീമിയം ലെവലായിരുന്നു. എന്നാലും ഈ FEG പ്രീമിയം ലെവലത്തെ FEG തന്നെ എടുത്തിട്ട് കുറച്ച് മുകളിലോട്ട് പോയി. ഇനിയും മാർക്കറ്റിന് മുകളിലോട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഡിസ്കൗണ്ട് ലെവലത്തെ FEGയിലേക്ക് മാർക്കറ്റ് വന്ന് നമ്മൾ പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഹ്യൂജ് എമൗണ്ടിൽ ബൈയിങ് നടത്തിയിട്ടുണ്ടാവും. അവർക്ക് ഇനിയും ഈ ഓർഡറിൽ തന്നെ വേണ്ടി വരും ബൈയിങ്, അവർക്ക് ഇനിയും ഓർഡേഴ്സ് വേണ്ടി വരും. അപ്പം അവർ വീണ്ടും ഈ FEG റീക്ലെയിം ചെയ്യാനും വേണ്ടി കൊണ്ടുവരും. FEG എന്ന് പറഞ്ഞാൽ മാഗ്നറ്റ് പോലെയാണ്, ആകർഷിച്ച് വരും. ഇവിടെ ഒരു ബിയറിഷ് FEG ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഹൈയും ഈ ഒരു ലോയും ഇടയിൽ ഒരു FEG, ആ FEG മാർക്കറ്റ് എടുത്തിട്ടാണ് മാർക്കറ്റ് ബിയറിഷ് ആയത്. ഇനി ഇവിടെ ഒരു ബുള്ളിഷ് FEG വീണ്ടും ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ FEG എടുത്ത് മാർക്കറ്റ് ഇനി മുകളിലോട്ട് പോകും. വീണ്ടും മുകളിലോട്ട് പോയി ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സെച്ചർ നടന്നിട്ടുണ്ട്. ഇവിടെ സിംഗിളോ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഒരു FEG ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഒരു FEG ക്രിയേറ്റ് ആയിട്ടുണ്ട്. വീണ്ടും ആ FEGയിലോട്ട് തന്നെ മാർക്കറ്റ് വന്നു. മാർക്കറ്റ് ആ FEG എടുത്തിട്ടാണ് പോയത്. ആ FEG എടുക്കാൻ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് തന്നെ വന്നു, താഴോട്ട് തന്നെ വന്നു. നമുക്കിനി ബിയറിഷ് FEGയുടെ എക്സാമ്പിളോടെ നമുക്ക് നോക്കാം. ബിയറിഷ് FEG നമ്മൾ പറഞ്ഞു ഇവിടുത്തെ ഈ 3 ക്യാൻഡിൽസിനിടയിൽ ഈ ക്യാൻഡിലിന്റെ ലോയും ഫസ്റ്റത്തെ ക്യാൻഡിലിന്റെ ലോയും തേർഡ് ക്യാൻഡിലിന്റെ ഹൈയുടെയും ഇടയിലുള്ള ഒരു ഗ്യാപ്പിലെയാണ് FEG എന്ന് പറയുന്നത്, ബിയറിഷ് FEG എന്ന് പറയുന്നത്. ബിയറിഷ് FEG, ഇംബാലൻസ് FEG, ഫെയർ വാല്യൂ ഗ്യാപ്പ് FEG എന്നൊക്കെ പറയും, ബിയറിഷ് FEG എന്നൊക്കെ പറയും. ദെൻ CB എന്നും പറയും ബിയറിഷ് FEG, ബുള്ളിഷ് FEG BC എന്നും ബിയറിഷ് FEG CB എന്നും പറയാറുണ്ട്. അപ്പം ഇനി ബിയറിഷ് FEG എങ്ങനെയാണ് ഫോം ആവുന്നത്? ഹ്യൂജ് ആയിട്ടുള്ള ഒരു സെല്ലിങ് നടക്കുമ്പോഴാണ് ബിയറിഷ് FEG ഫോം ആവുന്നത്. ഈ ഇവിടെ ഇങ്ങനത്തെ ക്യാൻഡിൽ ഇങ്ങനെ ഫോം പോകുന്ന ഇടയിൽ ഒരു റിവേഴ്സലോ ഇത് വരുമ്പോൾ ഹ്യൂജ് ആയിട്ടുള്ള ഒരു സെല്ലിങ് പ്രഷർ നടക്കുമ്പോഴാണ്, ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ടിൽ സെല് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു FEG രൂപപ്പെടുന്നത്, ബിയറിഷ് FEG രൂപപ്പെടുന്നത്. ദെൻ നമുക്ക് മാർക്കറ്റിൽ ബിയറിഷ് FEGസിന്റെ എക്സാമ്പിൾസ് ഒന്ന് നമുക്ക് നോക്കാം. എന്തായാലും ബുള്ളിഷ് FEGന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബിയറിഷ് FEG. നമുക്ക് നേരെ റിയൽ ചാർട്ട് എക്സാമ്പിളിലോട്ട് പോവാം, അതായിരിക്കും നല്ലത്. നമ്മൾ ബുള്ളിഷ് FEGയെ കുറിച്ച് നല്ലോണം പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബിയറിഷ് FEG. ബുള്ളിഷ് FEG ഹ്യൂജ് ആയിട്ടുള്ള ബൈയിങ് നടക്കുമ്പോഴാണ് ബുള്ളിഷ് FEG ഫോം ആവുന്നത്. ഒരു സർട്ടൻ പീരീഡിൽ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബൈയിങ് നടക്കുമ്പോഴാണ് FEG ഫോം ആവുന്നത്. ദെൻ ആ FEG റീക്ലെയിം ചെയ്യാൻ വരും. ദെൻ ബിയറിഷ് FEGന്റെ കേസിലോട്ട് വരികയാണെങ്കിൽ ബിയറിഷ് FEG എന്ന് പറയുന്നത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു സെല്ലിങ് നടക്കുമ്പോഴാണ് ബിയറിഷ് FEG ഫോം ആവുന്നത്. ഒരു സർട്ടൻ പീരീഡിൽ ഹ്യൂജ് ആയിട്ടുള്ള സെല്ലിങ് നടക്കുമ്പോഴാണ് ബിയറിഷ് FEG ഫോം ആവുന്നത്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷനെ എങ്ങനെയായാലും FEG ഉണ്ടാക്കാൻ കഴിയുള്ളൂ. നമ്മളെ പോലെയുള്ള ട്രേഡേഴ്സ് ട്രേഡ് എടുത്താലും ഒരിക്കലും മാർക്കറ്റിൽ FEG ഇങ്ങനെ രൂപപ്പെടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓർഡേഴ്സിന്റെ ഫുട് പ്രിന്റ്സ് ആണ് FEG. ആ FEGയിൽ നിന്ന് തന്നെ അവർക്ക് ഇനിയും സെല്ലിങ് ഓർഡേഴ്സ് വേണ്ടി വരും. അപ്പോൾ അവർ വീണ്ടും FEGയിലേക്ക് തന്നെ കൊണ്ടുവരും, പ്രീമിയത്തിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവർ സെല്ല് ചെയ്യും. നമ്മൾ പറഞ്ഞു ഡിസ്കൗണ്ടിൽ നിന്ന് ബൈയും പ്രീമിയത്തിൽ നിന്ന് സെല്ലിങ്ങും. അപ്പം പ്രീമിയത്തിലുള്ള FEG നോക്കുക, പിന്നെ ട്രെൻഡിനനുസരിച്ച് നോക്കുക, ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ ട്രെൻഡ് അതിനനുസരിച്ച് നോക്കുക. ദെൻ FEG ഫൈൻഡ് ചെയ്തൊന്ന് നോക്കുക. ഞാനിപ്പോൾ ഒരു റിയൽ ചാർട്ട് എക്സാമ്പിളോടെ കാണിച്ചു തരാം. ഇങ്ങനെയൊന്നല്ല എൻട്രി എടുക്കുന്ന മെത്തേഡ്, ഇതൊക്കെ നമുക്ക് അവരുടെ ഫുട് പ്രിന്റ്സ് മനസ്സിലാക്കാനാണ്. എൻട്രി ഒരിക്കലും ഇങ്ങനെ പോയി വണ്ടിച്ചാടി പോയി എടുക്കരുത്. എൻട്രി എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിൽ അനാലിസ് ചെയ്തതിനു ശേഷം ലോവർ ടൈം ഫ്രെയിമിലേക്ക് ചാർട്ടിനെ സ്വിച്ച് ചെയ്തതിനു ശേഷം ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ കിട്ടുമ്പോഴാണ് എൻട്രി എടുക്കേണ്ടത്. ഒരിക്കലും ഒരു FEGയിൽ തട്ടി എന്നും പറഞ്ഞ് എൻട്രി എടുക്കരുത്. ഞാൻ ടൈം ഫ്രെയിം അലൈൻമെന്റ് ഞാൻ വീണ്ടും പറഞ്ഞ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം എൻട്രി ഇതൊക്കെ പ്രിപ്പയർ ആവുക. പിന്നെ നിങ്ങളൊരു ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഒന്ന് നല്ല ഇതായിട്ട് മാത്രം റിയൽ മാർക്കറ്റിലേക്ക് ഇറങ്ങുക. പിന്നെ ഫോർവേഡ് ടെസ്റ്റും ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാര്യങ്ങളൊക്കെ വെച്ച് എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ഐഡിയ കിട്ടുന്ന വരെ വർക്ക് ചെയ്യുക. വർക്ക് ചെയ്യാത്ത ഒരാൾക്ക് എന്തായാലും ഇത് പെട്ടെന്ന് കിട്ടില്ല. അത് പെട്ടെന്ന് ഒരിക്കലും റിച്ച് ആവാൻ കഴിയില്ല ട്രേഡിങ്ങിൽ.
ഒരിക്കലും ഏത് സ്ട്രാറ്റജി പഠിച്ചാലും ഇതൊക്കെ സ്ട്രാറ്റജി എന്നുള്ളത് ഒരു ജസ്റ്റ് ഒരു എഡ്ജ് എന്നുള്ളൂ. അങ്ങനെ ബൈയും സെല്ലൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു എഡ്ജ് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൈക്കോളജി ഇതും അനുസരിച്ചായിരിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും സ്ട്രാറ്റജി ഫുള്ളാക്കാം. ദെൻ സൈക്കോളജി ഓരോരുത്തരെ അപേക്ഷിച്ചായിരിക്കും നിൽക്കുക. നമുക്കിനി ബിയറിഷ് FEGയുടെ റിയൽ ചാർട്ട് എക്സാമ്പിൾ കൂടെ നോക്കാം. ആയിട്ടുണ്ട് ഈ FEG മാർക്കറ്റ് ഒന്ന് റീക്ലെയിം ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു FEG റേറ്റ് ആയിട്ടുണ്ട്. ആ FEG മാർക്കറ്റ് റീക്ലെയിം ചെയ്യാൻ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആ FEG റീക്ലെയിം ചെയ്യാൻ വന്നു മാർക്കറ്റ്. ഇവിടെ ദെൻ ഒരു FEG റേറ്റ് ആയിട്ടുണ്ട്, ബിയറിഷ് FEG. ദെൻ ആ FEG റീക്ലെയിം ചെയ്യാൻ മാർക്കറ്റ് വന്നു. ഇവിടെ ഒരു FEG റേറ്റ് ആയിട്ടുണ്ട് മാർക്കറ്റിൽ. ആ FEG റീക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ അതിന്റെ അപ്പർ കോഡ് ലോവർ കോഡ് എൻട്രി എടുത്തിട്ടുണ്ട് ബിയറിഷ് FEGയുടെ. ആ FEG റീക്ലെയിം ചെയ്യാൻ മാർക്കറ്റ് വന്നു. ദെൻ ഇവിടെ ഒരു FEG, വീണ്ടും ഒരു FEG ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ FEG മാർക്കറ്റിൽ നിന്ന് റീക്ലെയിം ചെയ്തു. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാ FEGസും പ്രീമിയത്തിലുള്ള FEGസും റീക്ലെയിം ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ആവുന്നത്. ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ആവുക. FEG എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റ് പോലെ ആകർഷിക്കും എന്ന് പറഞ്ഞു. FEG എന്ന് പറഞ്ഞാൽ ഹ്യൂജ് സെല്ലിങ്ങും ഹ്യൂജ് ബൈയിങ്ങും നടക്കുന്ന ഒരു സർട്ടൺ പീരീഡിലെ ഒരു ഏരിയയാണ് FEG. അതുകൊണ്ടാണ് FEGക്ക് വീണ്ടും മാർക്കറ്റ് വരുന്നത്. ഇങ്ങനെയാണ് FEGയുടെ കേസ് നോക്കുകയാണെങ്കിൽ, FEG എന്ന് പറഞ്ഞാൽ നല്ല ജമ്പായിട്ടുള്ള ക്യാഷ് ഇറങ്ങിയ സ്ഥലമാണ്. ആ ക്യാഷ് ഇറങ്ങിയ സ്ഥലത്തേക്ക് തന്നെ മാർക്കറ്റ് വീണ്ടും വരും. FEG റീക്ലെയിം ചെയ്ത് വീണ്ടും ആ ട്രെൻഡ് തുടരും. അപ്പം ഈ FEG നിങ്ങൾക്ക് ഹയർ ടൈം ഫ്രെയിമിൽ, ലോവർ ടൈം ഫ്രെയിമിലും എല്ലാ ടൈം ഫ്രെയിമിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബട്ട് ഇത് മാർക്കറ്റിന്റെ സ്ട്രക്ചർ പ്രത്യേകമായി മനസ്സിലാക്കിയതിന് ശേഷം ട്രേഡ് എടുക്കുമ്പോൾ അത് വിജയിക്കുകയുള്ളൂ. അല്ലാതെ എല്ലായിടത്തും നിങ്ങൾക്ക് ബുള്ളിഷ് FEGും ബിയറിഷ് FEGും കാണാൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കുക. അതിൻ്റെ ഉള്ളിൽ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ട്രേഡ് ഇതൊക്കെ അപ്ലൈ ചെയ്ത് ട്രേഡ് എടുക്കുമ്പോഴുള്ളൂ എന്തായാലും വിജയിക്കുകയുള്ളൂ. ലോവർ ടൈം ഫ്രെയിമിലും ഈ ഹയർ ടൈം ഫ്രെയിമിന്റെ FEGs ആയിരിക്കും ഏറ്റവും കൂടുതൽ വാലിഡ് ആയിട്ടുള്ള FEG. 1 മിനിറ്റ് FEG ഒക്കെ കണ്ടുകൊണ്ട് ഒരിക്കലും ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. ഹയർ ടൈം ഫ്രെയിമിലെ കോൺഫിഡൻസ് നോക്കുക. മാക്സിമം ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഈ കണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. മാർക്കറ്റ് സ്ട്രക്ചർ എന്താന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കുക. അതേമാതിരി BOS, MSS, അതേമാതിരി FEG ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഓർഡർ പോക്കും ബ്രേക്കർ പോക്കും ലിക്വിഡിറ്റീസും കാര്യങ്ങളൊക്കെ ഇനി തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അപ്പം ഈ ക്ലാസ് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.